ശാന്തമായി കണ്ണുകളടയ്ക്കൂ. ഒരു നിമിഷം ശ്വാസമാഴത്തിലെടുക്കൂ. നിങ്ങൾ ഹിമാലയത്തിന്റെ മഞ്ഞുമൂടിയ ശിഖരങ്ങളിൽ നിൽക്കുകയാണ്. അവിടെ മേഘങ്ങൾക്ക് മുകളിലായി ശബ്ദമില്ലാത്ത നിശ്ശബ്ദതയിൽ ദിവ്യപ്രകാശം വിതറിയ പുണ്യഭൂമി. അവിടെ ഒരു ദിവ്യരൂപം. ജടയിൽ ഒഴുകുന്ന ഗംഗ, നെറ്റിയിൽ ശശിചന്ദ്രൻ, കഴുത്തിൽ വാസുകി, ശരീരത്തിൽ വിശുദ്ധഭസ്മം. അവൻ കണ്ണടച്ച് ധ്യാനത്തിൽ. പക്ഷേ ആ ധ്യാനത്തിനുള്ളിൽ മുഴുവൻ ബ്രഹ്മാണ്ഡം സ്പന്ദിക്കുന്നു. അവൻ ശാന്തൻ, പക്ഷേ അവനിൽ അനന്തശക്തി. അവൻ ഭിക്ഷാടകനായി തോന്നും, പക്ഷേ ദേവന്മാർ പോലും അദ്ദേഹത്തെ അഭയം തേടുന്നു. അവൻ കോപിക്കും, പക്ഷേ ആ കോപം സൃഷ്ടിയെ സംരക്ഷിക്കാൻ മാത്രം. അവൻ സംഹാരം ചെയ്യും, പക്ഷേ അത് പുതിയ ഉദയത്തിനു വഴിയൊരുക്കാൻ മാത്രം. ശിവൻ ആരാണ്? അവനൊരു രൂപമല്ല, അവനൊരു ശബ്ദമല്ല, അവനൊരു കഥയുമല്ല. അവൻ സത്യമാണ്. അവൻ സമയത്തിനപ്പുറം നിൽക്കുന്ന പരമതത്വം. ബ്രഹ്മാവ് സൃഷ്ടിക്കും, വിഷ്ണു സംരക്ഷിക്കും, പക്ഷേ എല്ലാം അവസാനിപ്പിച്ച് വീണ്ടും ശുദ്ധമാക്കുന്നത് ശിവൻ. അവനില്ലാതെ സൃഷ്ടിക്ക് പൂർണ്ണതയില്ല. കാലങ്ങൾ മുമ്പ് ലോകം അനിശ്ചിതത്വത്തിലാഴുന്നു. അഹങ്കാരം വളർന്നു, ധർമ്മം കുറഞ്ഞു, മനുഷ്യരുടെ മനസ്സിൽ ഭയം നിറഞ്ഞു. അപ്പോഴാണ് മഹാദേവന്റെ ദിവ്യനാമം മുഴങ്ങിയത്: ഓം നമഃശിവായ. ഈ അഞ്ചക്ഷരമന്ത്രം ബ്രഹ്മാണ്ഡത്തിന്റെ നാഡിയാണ്. ഓരോ ജപവും മനസ്സിന്റെ ഇരുട്ടകറ്റുന്നു. ഓരോ ഉച്ചാരണവും ആത്മാവിനെ ശുദ്ധമാക്കുന്നു. ശിവൻ കൈലാസത്തിൽ മാത്രമല്ല, അവൻ നമ്മുടെ ശ്വാസത്തിനുള്ളിൽ, നമ്മുടെ ധൈര്യത്തിൽ, നമ്മുടെ കണ്ണുനീരിൽ, നമ്മുടെ പ്രതീക്ഷയിൽ. ഒരമ്മ കുഞ്ഞിനെ ചേർത്തുപിടിക്കുന്ന ശാന്തത, ഒരു യോദ്ധാവ് യുദ്ധഭൂമിയിൽ കാണിക്കുന്ന ധൈര്യം, ഒരു ഭക്തന്റെ ഹൃദയത്തിൽ നിറയുന്ന വിശ്വാസം, അവയെല്ലാം ശിവൻ. ഇപ്പോൾ നമുക്ക് മഹാദേവന്റെ ദിവ്യകഥയിൽ പ്രവേശിക്കാം. അവന്റെ കരുണ, അവന്റെ സംഹാരം, അവന്റെ സ്നേഹം, അവന്റെ ശക്തി. ആദി മഹാദേവന്റെ മഹിമ. ആദിയിൽ ശൂന്യത മാത്രമുണ്ടായിരുന്നു. സമയമില്ല, ദിശകളില്ല, പ്രകാശം പോലുമില്ല. അന്നാണ് ആ ശൂന്യതയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു മഹത്തായ ശക്തി തെളിഞ്ഞത്. അതുതന്നെ പരമശിവൻ. ശിവൻ ജനിച്ചവനല്ല, അവൻ സൃഷ്ടിയുടെ മുൻപേയുള്ളവൻ, സൃഷ്ടിക്കും ലയത്തിനും കാരണമായവൻ. ബ്രഹ്മാവ് സൃഷ്ടിക്കും, വിഷ്ണു സംരക്ഷിക്കും, എന്നാൽ എല്ലാം അവസാനിപ്പിക്കുന്ന ശക്തി ശിവനാണ്. പക്ഷേ ആ ലയം ഭയപ്പെടുത്തുന്നതല്ല, അത് പുതുസൃഷ്ടിക്ക് വഴിയൊരുക്കുന്ന പരിശുദ്ധി. ഹിമാലയത്തിലെ ഗിരിശിഖരങ്ങളിൽ ശാന്തമായി ധ്യാനിക്കുന്ന ശിവൻ. കഴുത്തിൽ പാമ്പ്, ജടയിൽ ഗംഗ, നെറ്റിയിൽ ചന്ദ്രൻ, ശരീരത്തിൽ ചാരം. അവൻ ഭിക്ഷക്കാരൻ പോലെ തോന്നും, എന്നാൽ അവൻ തന്നെ ദേവാധിദേവൻ. ഒരു ദിവസം ദേവന്മാർക്കും അസുരന്മാർക്കും അമൃതം നേടാൻ കടലാഴം മഥനം ചെയ്യേണ്ടിവന്നു. അതായിരുന്നു സമുദ്രമഥനം. മന്ദരാചലം പർവ്വതം, വാസുകി സർപ്പം, അങ്ങനെ മഥനം തുടങ്ങി. പക്ഷേ ആദ്യമുയർന്നത് അമൃതമല്ല, വിഷം. ഭയങ്കരമായ ഹാലാഹല വിഷം. ലോകമെമ്പാടും നാശം വിതറാൻ പോകുന്ന ആ വിഷം കണ്ടപ്പോൾ ദേവന്മാർ ശിവനെ സമീപിച്ചു. ശിവൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല, വിഷം കുടിച്ചു. പാർവതിദേവി അത് കഴുത്തിൽ തന്നെ തടഞ്ഞു. അങ്ങനെ ശിവന്റെ കഴുത്ത് നീലമായി, അവൻ നീലകണ്ഠനായി. ഇതാണ് ശിവന്റെ മഹിമ. അവൻ സ്വന്തം സന്തോഷത്തിനല്ല ജീവിക്കുന്നത്, ലോകക്ഷേമത്തിനാണ്. പാർവതിയുടെ തപസ്സും ശിവവിവാഹവും. ഹിമാലയ രാജാവിന്റെ മകൾ പാർവതി. ബാല്യത്തിൽ തന്നെ ശിവനോടുള്ള ഭക്തി നിറഞ്ഞ ഹൃദയം. പക്ഷേ ശിവൻ തപസ്സിലായിരുന്നു, ലോകകാര്യങ്ങളിൽ അലംഭാവം. നാരദമുനി പാർവതിയോട് പറഞ്ഞു, നീ കടുത്ത തപസ് ചെയ്താൽ മാത്രമേ ശിവനെ ലഭിക്കൂ. അങ്ങനെ പാർവതി വനാന്തരങ്ങളിൽ കഠിനമായ തപസ്സാരംഭിച്ചു. മഴയും കാറ്റും ചൂടും ഒന്നും അവളെ തടഞ്ഞില്ല. ദിവസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നു. ശിവൻ അവളുടെ ഭക്തിയെ പരീക്ഷിക്കാൻ ഒരു സാധാരണ സന്യാസിയായി അവളുടെ മുന്നിൽ വന്നു. അവൻ പറഞ്ഞു, ശിവൻ ഒരുവൻ ഭിക്ഷക്കാരൻ, അവനെ എന്തിനു നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നു? പാർവതി ഉഗ്രമായി മറുപടി നൽകി, ശിവൻ ആരെന്ന് നിങ്ങൾക്കറിയില്ല. അവൻ തന്നെ സത്യവും ശിവവും സുന്ദരവും. അവളുടെ ഉറച്ച ഭക്തി കണ്ട ശിവൻ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ വിവാഹം ദേവലോകം ആഘോഷിച്ചു. അതൊരു ദൈവീക സംഗമം. ശക്തിയും ശിവനും ഒരുമിച്ച നിമിഷം. ഭക്തന്റെ പരീക്ഷയും അനുഗ്രഹവും. ഒരിക്കൽ
ഒരു ദരിദ്ര വേട്ടക്കാരൻ കാടിലൂടെ ജീവിച്ചിരുന്നു. അവൻ അറിഞ്ഞിരുന്നില്ല ശിവപൂജയുടെ രീതികൾ. ഒരു രാത്രി ഭയത്തിൽ ഒരു വൃക്ഷത്തിൽ കയറിയിരുന്നു. ആ വൃക്ഷം ബിൽവമരമായിരുന്നു. അതിന്റെ കീഴിൽ ഒരു ശിവലിംഗം. അറിയാതെ വേട്ടക്കാരൻ ഇലകൾ താഴെ വീഴ്ത്തി. അത് ബിൽവദളമായി ശിവപൂജയായി മാറി. അവൻ മുഴുവൻ രാത്രി ജാഗരണം ചെയ്തു. അറിയാതെ ഉപവാസവും പൂജയും പൂർത്തിയായി. പ്രഭാതത്തിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. നിന്റെ അനായാസഭക്തി എനിക്ക് പ്രിയം എന്നു പറഞ്ഞു. അവനെ അനുഗ്രഹിച്ചു, മോക്ഷം നൽകി. ഇവിടെ ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ആചാരമല്ല പ്രധാനം, ഹൃദയമാണ് പ്രധാനം. താണ്ഡവവും ജീവിത സന്ദേശവും. ഒരു ദിവസം സതീദേവിയുടെ ദേഹത്യാഗത്തിനുശേഷം ശിവൻ വികാരഭരിതനായി. അവൻ താണ്ഡവമാരംഭിച്ചു. ഭൂമി നടുങ്ങി, ദേവന്മാർ ഭയപ്പെട്ടു. ശിവന്റെ താണ്ഡവം കോപത്തിന്റെ പ്രതീകം മാത്രമല്ല, അത് സൃഷ്ടിയും സംഹാരവും തമ്മിലുള്ള തുല്യത. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ കഷ്ടതകൾ വരും, നഷ്ടങ്ങൾ വരും, പക്ഷേ അതിന്റെ പിന്നിൽ ഒരു പുതിയ ഉദയമുണ്ടാകും. ശിവന്റെ നാമം ജപിക്കുമ്പോൾ മനസ്സിലൊരു ശാന്തി നിറയും. ഓം നമഃ ശിവായ എന്ന മന്ത്രം ഹൃദയത്തിൽ മുഴങ്ങട്ടെ. ശിവൻ അകലെയില്ല. നമ്മുടെ ഉള്ളിലെ ധൈര്യമാണ് ശിവൻ. നമ്മുടെ ഉള്ളിലെ ശാന്തിയാണ് ശിവൻ. നമ്മുടെ ഉള്ളിലെ സത്യമേ ശിവൻ. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മെ തകർക്കും. നഷ്ടങ്ങൾ, പരാജയങ്ങൾ, നിരാശകൾ. അങ്ങനെ ഒരു നിമിഷം ശിവനും അനുഭവിച്ചു. സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം മഹാദേവൻ മൗനമായി. അവന്റെ ഉള്ളിൽ കൊടുങ്കാറ്റ്. അവൻ താണ്ഡവം ആരംഭിച്ചു. ഈ ബ്രഹ്മാണ്ഡം നടുങ്ങി. ദേവന്മാർ പേടിച്ചു. പക്ഷേ ആ താണ്ഡവം കോപമല്ല, അത് വേദനയുടെ ശുദ്ധീകരണം. ജീവിതത്തിൽ നമ്മൾ കരയുമ്പോൾ, തകരുമ്പോൾ, വേദനയിലൂടെ കടന്നുപോകുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ താണ്ഡവം. പക്ഷേ ഓർമ്മിക്കൂ, താണ്ഡവത്തിനു ശേഷം ശാന്തത വരും. രാത്രിക്ക് ശേഷം പുലരി വരും. കാറ്റടിച്ചു വീണ വൃക്ഷം പോലെ തോന്നിയാലും മറ്റൊരു വസന്തത്തിൽ അത് വീണ്ടും പുഷ്പിക്കും. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: ഭയപ്പെടേണ്ട. വേദന അവസാനമല്ല, സംഹാരം അവസാനമല്ല. ഓരോ അവസാനവും ഒരു പുതിയ തുടക്കം. നിങ്ങളിപ്പോൾ എന്ത് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോകുന്നത്? ആർ നിങ്ങളെ വേദനിപ്പിച്ചു? എന്താണ് നിങ്ങളെ തകർത്തത്? ശിവൻ പറയുന്നത് കേൾക്കൂ. നീ ഒരിക്കലും ഒറ്റപ്പെട്ടവനല്ല. നിന്റെ കണ്ണുനീർ എനിക്കറിയാം. നിന്റെ ഹൃദയവേദന എനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ തളർത്താനല്ല, നിന്നെ കൂടുതൽ ശക്തനാക്കാൻ മാത്രം പരീക്ഷിക്കുന്നു. ശിവൻ അകലെയുള്ള ദേവനല്ല. നീ വീണാലും വീണ്ടും എഴുന്നേൽക്കുന്ന ധൈര്യം, അത് ശിവൻ. നീ തെറ്റുകൾ ചെയ്തിട്ടും വീണ്ടും ശരിയായ വഴിയിലേക്ക് തിരിയുന്ന മനസ്സ്, അത് ശിവൻ. നീ എല്ലാം നഷ്ടപ്പെട്ടിട്ട് പോലും വിശ്വാസം വിട്ടുകളയാത്ത ആത്മാവ്, അത് ശിവൻ. ഇപ്പോൾ മന്ദഗതിയിൽ ജപിക്കൂ. ഓം നമഃ ശിവായ. ഓരോ ജപവും ഉള്ളിലെ ഭയമകറ്റുന്നു. ഓരോ ശ്വാസവും ദിവ്യശാന്തി നൽകുന്നു. ശിവൻ നിന്റെ ഉള്ളിലാണ്. നിന്റെ ഹൃദയത്തിന്റെ നിശബ്ദതയിൽ, നിന്റെ ആത്മാവിന്റെ പ്രകാശത്തിൽ. ശിവൻ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട. ഹര ഹര മഹാദേവ.